ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര ഗുരുവായൂരിലേക്കാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഗുരുവായൂരിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളുടെ വെക്കേഷൻ തീരാറാകുമ്പോഴേക്ക് നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഗുരുവായൂരിലേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ കുറേ നാൾ കൊണ്ട് പറയുക ഗുരുവായൂരിലേക്ക് പോകണമെന്ന്. അപ്പോൾ മോളുടെ സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത്, തുള്ളിക്കളിച്ചിട്ട്. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടുന്ന് ബസ് കയറി, കുറ്റിപ്പുറത്ത് നിന്ന് ബസ് കയറിയിട്ട് ഗുരുവായൂരിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഗുരുവായൂരിലെത്തി, അവിടെ ഇറങ്ങി, അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുക്കുക, യൂട്യൂബിലിടാന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനും മോളും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ വീഡിയോ എടുത്തു. അപ്പോഴേക്ക് കണ്ണനെ എണീപ്പിച്ചതാണേ. ഇവിടുന്ന് നമ്മൾ രാവിലെ 11 മണിയാകുമ്പോൾ പുറപ്പെട്ടതാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് ഒരുപാട് ലേറ്റായി, ഒരു 6 മണി ഒക്കെ ആയിരുന്നേ. അപ്പോൾ നമുക്ക് റൂം കിട്ടാൻ കുറച്ച് വിഷമമായിരുന്നു. റൂം കിട്ടാൻ നമ്മൾ കുറച്ചൊന്ന് വിഷമിച്ചേ, കാരണം നല്ല തിരക്കുള്ള ഒരു സമയത്തായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദൂരത്തായിട്ടാണ് നമുക്ക് റൂം കിട്ടിയത്. റൂമിലെത്തി നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ക്യൂ അവസാനിച്ചു എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റുമഴയും വന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴുത് കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൊഴുത് കഴിഞ്ഞിട്ട് മഴ മാറാത്തതുകൊണ്ട് നമ്മൾ കുറേ സമയം അമ്പലത്തിൽ തന്നെ നിന്നേ. പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി മഴ കാരണം നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ട് വലിയ കാര്യമില്ലാന്ന്. മക്കൾ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോയി. ചിലപ്പോൾ അതിലും ലേറ്റായി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ തന്നെ പ്രയാസമായിരിക്കും. കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞത് വെറുതെ ഒന്നല്ല, അത്രയും തിരക്കായിരുന്നു. നമ്മൾ ഹോട്ടലിൽ ഇരുന്നിട്ട് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഭക്ഷണം കിട്ടിയത് തന്നെ. അതും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം. എല്ലാ ഹോട്ടലും ഫുള്ളായിരുന്നേ. എന്തായാലും ഫുഡ് എത്താൻ ലേറ്റ് ആവും. അപ്പോഴേക്ക് കുറച്ച് റീൽസ് എടുക്കാം, കുറച്ച് വീഡിയോസ് എടുക്കാം എന്നൊക്കെ ഞാനും എൻ്റെ മോളും വിചാരിച്ച്. അപ്പോൾ നമ്മൾ അതിന് മാത്രമായിട്ട് പോസ് ചെയ്ത് ഒരുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയതല്ലേ, കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസം തൊഴുതിറങ്ങി ചായ കുടിക്കാനൊക്കെ പോയി നേരെ ചന്തയിലേക്ക് പോയി. അവർക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. തലേന്ന് വാങ്ങിച്ചതൊന്നും പോരാന്ന് പറഞ്ഞ് പിറ്റേന്ന് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ച്. മോള് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത്, നെയിൽ പോളിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആനക്കൊട്ടിലേക്ക് പോയി. ഈ യാത്രയൊന്നും നമ്മുടെ പ്ലാനിലേ ഉണ്ടായിരുന്നതല്ല കേട്ടോ. ഒരുപാട് സമയം ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആനക്കൊട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മുടെ റീൽസിലുള്ള ഒരു ആനയില്ലേ, ഡാൻസൊക്കെ കളിക്കുന്ന, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന ആ ആനേനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. കണ്ണന് പിന്നെ ആനേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറൂല. റൂം വെക്കേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നല്ല ലഗേജ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വലിച്ചുകൊണ്ട് നടന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ച് എങ്ങോട്ടേക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടുന്ന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത യാത്ര അടുത്ത വീഡിയോ. ഓക്കെ, ബൈ.